ഹലോ ഫ്രണ്ട്സ്, ഈ വർഷം കോളിവുഡിൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിംഗ് ആണ് കാണുന്നത്. ഇന്നലെ വന്ന ഇന്ത്യൻ 2 വരെ മുട്ടുകുത്തി വീണപ്പോൾ ഇനി കോളിവുഡിൽ നിന്ന് അടുത്തതായി വരുന്ന വലിയ പടമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അത് കോളിവുഡിനെ രക്ഷിക്കുമോ ഹൈപ്പ് വയ്ക്കുന്ന നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഒരു അപ്ഡേറ്റ് തന്നെ ഗോട്ട് മൂവി പറയാം. വിജയകാന്തിൻ്റെ AI മൂലം ഗോട്ട് മൂവിയിൽ കൊണ്ടുവരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ VFX വർക്ക്സ് എന്നത് കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ആയെന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്. പക്ഷെ പടത്തിൽ കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന വിവരം കൂടി കേൾക്കുന്നുണ്ട്. വിജയകാന്തിൻ്റെ ഫാമിലിക്കാരെ പെർമിഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് പോകുന്നത്. ഗോട്ട് ടീം ഉണ്ടാക്കി വെച്ചത് വെറുതെ പോകുമോ അതോ വരുമോ എന്ന് കണ്ടറിയാം. അപ്പോൾ ഓക്കെ, കോളിവുഡ് ഇൻഡസ്ട്രി 2024 തുടക്കം വൻ വീക്കായ പെർഫോമിംഗ് ആണ് കാഴ്ചവെച്ചിരുന്നത്. വൻ ശോകമായ തുടക്കം തന്നെയായിരുന്നു. ബാക്കി ഇൻഡസ്ട്രീസ് എല്ലാം വൻ ലീഡിംഗ് ആയിരുന്നു. എന്തിന് മലയാളം ഇൻഡസ്ട്രി വരെ അടിച്ചു കയറലായിരുന്നു 2024. അങ്ങനെ ശോകമായ കോളിവുഡിനെ ഒരു ചവറ് പടമാണെങ്കിലും അരമണി 4 ആണ് ഒന്ന് എടുത്തു ഉയർത്തിയത്. കാരണം ആ പടം 100 കോടി നേടിയായിരുന്നു. പിന്നെ ഇടയിൽ വന്ന ഗില്ലി റീലീസ് ചെയ്തുകൊണ്ടുമാണ് കോളിവുഡ് ഒന്ന് മെച്ചം പിടിച്ചത്. പിന്നെ മഹാരാജി 100 കോടി കയറിയതോടെ കോളിവുഡ് ഒന്ന് പൊന്തി വന്നതാണ്. അതിനുശേഷമാണ് കോളിവുഡിൽ നിന്നൊരു വലിയൊരു പടം ഇന്ത്യൻ 2 മിനിഞ്ഞാണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ കോളിവുഡിൻ്റെ വേസ്റ്റ് ഇയർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, വൻ ദുരന്ത റിപ്പോർട്ടാണ് പടത്തിൽ വന്നിരിക്കുന്നത്. റിപ്പോർട്ട് കണ്ടിട്ട് ഹിറ്റാകുമെന്നതിൽ ഉറപ്പില്ല. 250 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത കോളിവുഡ് റിലീസ് ചെയ്യുന്നത് രായനാണ്. പക്ഷെ അത് വലിയൊരു ബ്രഹ്മാണ്ഡ പടമൊന്നുമല്ല, വലിയ ഹൈപ്പും ഇല്ല. അപ്പോൾ എല്ലാവരും ഇനി കോളിവുഡിൻ്റെ നെക്ഷനായി നോക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ വന്നു തന്നെ ഒരു പേടിപ്പെടുത്തുന്ന കാര്യമാണ്. തീരെ ഹൈപ്പില്ലാത്ത പടത്തെ കാണാൻ വെച്ചിരുന്ന എന്നാൽ കോളിവുഡിനെ തിരിച്ചു കൊണ്ടുവരികയെ നോക്കുന്ന പടം എന്ന ലേബലിൽ എത്തിയപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യും. അത് പടത്തിന് വൻ നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട്. പടം എന്തെങ്കിലുമൊക്കെ പാളിപ്പോയാൽ മിക്സ്ഡ് റെസ്പോൺസോ നെഗറ്റീവ് റെസ്പോൺസോ തീർച്ചയായും പടത്തിന് വരും. പ്രതീക്ഷ അത്ര വന്നില്ല, നമ്മൾ വലിയൊരു പടമാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ തീരെ കിട്ടിയില്ല, കോളിവുഡിനെ രക്ഷിക്കണം വിചാരിച്ചു പക്ഷേ നടന്നില്ല, അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ഈ പടത്തിന് മേലെ വരുന്നതായിരിക്കും. കളക്ഷൻ വൈസ് കോളിവുഡിനെ ഗോട്ട് മൂവി തിരിച്ചു കൊണ്ടുവരും. എന്നാൽ നല്ല റെസ്പോൺസ് രീതിയിൽ കൊണ്ടുവരുമോ ചോദിച്ചാൽ ആരും കൂടുതലൊന്നും പ്രതീക്ഷിക്കാതിരിക്കും നല്ലത്. ഒരു 50-50 യാത്ര മതി. ഇനിയിപ്പോൾ അടുത്ത മാസം ട്രെയിലറൊക്കെ വരും. അത് നല്ല ട്രെയിലറും കൂടി ആയാൽ, ഈ കോളിവുഡിനെ രക്ഷിക്കാൻ വരുന്ന അയപ്പം കൂടി ആയാൽ ഓവർ ഹൈപ്പിലോട്ട് പടം പോകും. ഇനി അഥവാ നല്ല പടമായാൽ അത് കോളിവുഡിന് ചരിത്രം തന്നെ സൃഷ്ടിക്കും. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഓവർ ഹൈപ്പ് വേണ്ട എന്നൊരു മുന്നറിയിപ്പ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ തട്ടിയിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ തട്ടിയിട്ട് കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.